ലോട്ടറി ക്ഷേമനിധി ബോർഡ് തട്ടിപ്പിൽ ക്ലർക്ക് സംഗീതിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കെ സംഗീത് ക്ഷേമനിധി ബോർഡിൽ ജോലി ചെയ്തിരുന്ന കാലയളവിൽ 57 ചെക്കുകൾ ബാങ്ക് മുഖേന പണമാക്കി മാറ്റിയെന്നാണ് കണ്ടെത്തൽ. കൂടാതെ ക്ഷേമനിധിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുടെ പേരിലും കോടികളുടെ ചെക്ക് എഴുതി നൽകിയെന്നും ക്ഷേമനിധി ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി 24 എക്സ്ക്ലൂസീവ്. ആറ്റിങ്ങൽ മാമം സ്വദേശി കെ സംഗീത് ക്ഷേമനിധി ഓഫീസിൽ ക്ലർക്കായിരുന്ന കാലത്താണ് ചെക്കുകൾ സ്വന്തം പേരിൽ പണമാക്കി മാറ്റിയത്. ഇങ്ങനെയാകെ 57 ചെക്കുകൾ ബാങ്കിൽ നൽകി പണം കൈപ്പറ്റിയെന്നാണ് ക്ഷേമനിധി ബോർഡിന്റെ കണ്ടെത്തൽ. ആകെ നഷ്ടമായത് 1,14,34,869 രൂപ. കൂടാതെ മറ്റൊരു 63 ലക്ഷം രൂപയും ക്ഷേമനിധി ബോർഡിന്റെ SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. ബാങ്കിൽ അന്വേഷിച്ചെങ്കിലും ഈ പണത്തിന്റെ ചെക്ക് ആര് നൽകിയെന്നോ ആരാണ് പിൻവലിച്ചതെന്നോ പറയുന്നില്ല. കൂടാതെ ക്ഷേമനിധി ബോർഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത സുനിൽകുമാർ എന്നയാളുടെ പേരിലും ഓഫീസിൽ നിന്ന് ചെക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ 1 കോടിയിലധികം രൂപ നഷ്ടമായി. 2018 ഓഗസ്റ്റ് 1 ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ട് SBI ബാങ്കിൽ നിന്നും ഫെഡറൽ ബാങ്കിലേക്ക് മാറിയിരുന്നു. പക്ഷേ ബാങ്ക് അക്കൗണ്ട് മാറിയിട്ടും SBIയുടെ പഴയ അക്കൗണ്ടിലേക്ക് പലതവണ പണം വന്നു. ആദ്യം പണമെത്തിയത് 2018 ഓഗസ്റ്റ് 8 1,80,000 രൂപ. ആ തുക പിറ്റേന്ന് തന്നെ അടിച്ചുമാറ്റി. ഇങ്ങനെ 2019 ജൂലൈ വരെ പഴയ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ക്ഷേമനിധിയിലേക്ക് വരുന്നതും പോകുന്നതുമായ തുകകൾ അന്നത്തെ ക്യാഷ് ബുക്കിൽ എഴുതി വെക്കണമെന്നുണ്ട്. ചെക്ക് നൽകുന്നെങ്കിൽ ചെക്ക് രജിസ്റ്ററിലും. പക്ഷേ ഇക്കാലയളവിലെ രജിസ്റ്ററിലൊന്നും ഈ തുകകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ക്യാഷ് ബുക്ക് ഓരോ ദിവസവും വൈകിട്ട് ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യേണ്ടത് ക്ലർക്ക് സംഗീതിന്റെ മുകളിലുള്ള സൂപ്പർവൈസറി ഓഫീസറാണ്. നിലവിലെ ജോയിന്റ് ഡയറക്ടറാണ് അന്നത്തെ സൂപ്പർവൈസറി ഓഫീസർ. എന്നാൽ രജിസ്റ്റർ നോക്കുന്നതിൽ സൂപ്പർവൈസറി ഓഫീസർ ഗുരുതര വീഴ്ചയാണ് വരുത്തിയത്. നിലവിൽ ലോട്ടറി ഡയറക്ടറേറ്റിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ വീഴ്ച വരുത്തിയ 7 ഉദ്യോഗസ്ഥരുടെ പേര് സഹിതം ജില്ലാ ലോട്ടറി ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ട് നൽകി 2 ആഴ്ചയായിട്ടും ആർക്കെതിരെയും ലോട്ടറി വകുപ്പ് ഡയറക്ടർ ഒരു നടപടിയും എടുത്തിട്ടില്ല. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം.